വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ടോപ്പിക് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ടോപ്പിക്കാണ്. ഞാനും ഈ ഒരു ജോബൊക്കെ കിട്ടുന്നതിന് മുന്നേ ഒരുപാട് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഹൗ ടു അപ്ലൈ ഫോർ ജോബ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. സോ നമ്മൾ എയർലൈനിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതല്ല ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസിൻ്റെ ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എയർലൈൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഇൻഡിഗോ ആണ്. ആക്ച്വലി നമുക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് ആണ് കൂടുതലും എയർപോർട്ട്സിൽ ഓരോ എയർലൈൻസും ഹാൻഡിൽ ചെയ്യുന്നത്. ബാക്കി ചുരുക്കം ചില എയർലൈൻസ് മാത്രമേ ഡയറക്റ്റ് എടുക്കുന്നുള്ളൂ. ഡയറക്റ്റ് സ്റ്റാഫിനെ കംപ്ലീറ്റ് സ്റ്റാഫും ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു എയർലൈൻ എന്ന് പറയുന്നത് ഇൻഡിഗോ ആണ്. സോ ഇൻഡിഗോ തന്നെ ഞാൻ ആദ്യം കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഏത് എയർലൈൻ്റെ ആണ് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ പോവാം. അതായത് ഇപ്പോൾ ഇൻഡിഗോ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പം അതിൽ താഴെയായിട്ട് കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ കരിയേഴ്സ് എന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നമുക്ക് അവരുടെ ഒരു കോഷൻ പോലെ ഒരു ഇത് വരും. അത് ജസ്റ്റ് അണ്ടർസ്റ്റുഡ് എന്ന് അടിച്ചു കൊടുക്കുക. ഡിപ്പാർട്ട്മെന്റ്സ്, കരിയേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഓപ്ഷൻസ് കാണാം. അതിൽ ഇൻഡിഗോ കരിയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിപ്പം ക്യാബിൻ ക്രൂവിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഇൻഡിഗോന്റെ ഏതൊക്കെ മേഖലയിലേക്ക് സ്റ്റാഫിനെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പേജിൽ ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ച് ബൈ കീവേഡോ അല്ലെങ്കിൽ ഏത് ജോബാണ് നിങ്ങൾക്ക് വേണ്ടത്, ക്യാബിൻ ക്രൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാബിൻ ക്രൂ എന്ന് അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ ആ സോർട്ട് ചെയ്ത് വരും കാര്യങ്ങൾ. അതല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫ് ആണെങ്കിൽ അങ്ങനെ സോർട്ട് ചെയ്ത് വരാനായിട്ട്. ഇതൊന്നുമല്ല, നമുക്ക് കോമൺലി ഏതിലേക്കാണോ ഒക്കെ വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നൗ ഹയറിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കാണ് എപ്പോഴൊക്കെയാണ് ജോബ്സ് ഉള്ള ഒരു പേജ് വരും. ഇന്റർവ്യൂ ഷെഡ്യൂൾ ഫോർ നവംബറിലേക്കുള്ളത്. ഇപ്പം ഞാൻ ഇപ്പോൾ എടുക്കുന്നതുകൊണ്ടാണ് നവംബർ മാസത്തേക്കുള്ള എല്ലാ ഇൻ്റർവ്യൂസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ ഡിസംബറിലുള്ള ഇൻ്റർവ്യൂസിൻ്റെ കലണ്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ക്യാബിൻ അറ്റൻഡന്റ് ഗ്രേഡ് ട്രെയിനി ഫോർ കാൻഡിഡേറ്റ് വിത്ത് നോ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്, അതായത് ഫ്രഷർ ആയിട്ടുള്ള ക്യാബിൻ ക്രൂസിന് അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് കാറ്റഗറി. സെക്കൻഡ് സീനിയർ ക്യാബിൻ അറ്റൻഡന്റ് ട്രെയിനി എക്സ്പീരിയൻസ് ഉള്ളവർ, അതായത് ഓൾറെഡി ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ വേറെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ താഴെ ഇവന്റ് എന്നാണ് നടക്കുന്നത്, ഇന്റർവ്യൂ ഡേറ്റ്, ടൈം, ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളും അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആ ഒരു ഗ്രേഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ഒന്ന് മുകളിലൊരു ഓപ്ഷൻ വരും. അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളുടെ ലോഗിൻ ഒരു ID പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെല്ലാം ലൈക്ക് എന്ന് വെച്ചാൽ അഡ്രസ്സ് അങ്ങനത്തെ, പിന്നെ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. പിന്നെ അതുപോലെ എലിജിബിലിറ്റി, ഈ ഒരു ഇതിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇൻഡിഗോയിൽ ഫീമെയിൽ ക്യാബിൻ ക്രൂസ് മാത്രമേ ഉള്ളൂ, മെയിൽ ക്യാബിൻ ക്രൂസ് ഇല്ല. പൈലറ്റുമാരുണ്ട് ബോയ്സ്, പക്ഷേ ക്യാബിൻ ക്രൂസ് ഫീമെയിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് ഫീമെയിൽ ഇന്ത്യൻ നാഷണൽസ് വിത്ത് ഇന്ത്യൻ പാസ്പോർട്ട് ബിറ്റ്വീൻ 18 to 27 ഇയേഴ്സ് ഓഫ് ഏജ്, 18-നും 27-നും മധ്യേ പ്രായമുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ഫീമെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്. അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th +2 എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് എക്സാം പാസ്സായിരിക്കണം. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി നിങ്ങൾക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് വേണം. അപ്പോൾ നിങ്ങൾ വേറെ ഹിന്ദി അല്ലാതെ പുറത്തുള്ളൊരു എയർലൈനൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി ആവശ്യമില്ല. ഹൈറ്റ് ആൻഡ് വെയ്റ്റ് മിനിമം 155 cm ആൻഡ് വെയ്റ്റ് പ്രൊപ്പോർഷണേറ്റ് ടു BMI. ഹൈറ്റ് 155 cm ആണ് മിനിമം. അതിന് എത്ര വെയിറ്റ് ആണോ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് വേണ്ടേ ആ ഒരു വെയിറ്റിൽ വേണം നിങ്ങൾ ഉണ്ടാവാനായിട്ട്. പിന്നെ 155 cm മിനിമം എന്ന് പറയുമ്പോൾ 154 ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 155 ആൻഡ് എബവ് ആണ് നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പിയറൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആൻഡ് വെൽ ഗ്രൂംഡ്, നോ ടാറ്റൂ ഷുഡ് ബി വിസിബിൾ വൈൽ ഇൻ യൂണിഫോം. സോ വെൽ ഗ്രൂംഡ് ആയിരിക്കണം, പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ആയിരിക്കണം. അതുപോലെ ടാറ്റൂസ് ഒന്നും യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ വിസിബിൾ ആയിട്ട് ടാറ്റൂസ് ഉണ്ടാവാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ യൂണിഫോം ഇട്ടിട്ട് കാണാത്ത സ്ഥലത്ത് ടാറ്റൂ ഉണ്ടെങ്കിൽ നോ ഇഷ്യൂ. പക്ഷേ ഇപ്പോൾ കയ്യിൽ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോൻ്റെ യൂണിഫോം ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കാണുവാണെങ്കിൽ ഇഷ്യൂ ലൈക്ക് അങ്ങനെ സെലക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് കൺസീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ കൺസീൽ ചെയ്തിട്ട് പോവാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. ആൻഡ് ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകാൻ പറ്റും. പിന്നെ ഞാൻ പോയ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അങ്ങനെ അവർ നോക്കുകയൊന്നുമില്ല. ഇതൊരു ചെറിയൊരു ഇത് മാത്രമാണ്. അതിലങ്ങനെ വലിയ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ചെയ്യാതെ പോയാലും പക്ഷെ ചെയ്തിട്ട് തന്നെ പോവുക. കാര്യം അവർ ഇൻ കേസ് എന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം വരണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് എയർലൈൻ. ഇതുപോലെ നിങ്ങൾക്ക് ഏത് എയർലൈൻ വേണമെങ്കിലും ഈ ഒരു സെയിം പ്രൊസീജിയറിൽ എയർലൈൻ അടിക്കുക, അതിൽ കരിയേഴ്സ് വരും, ആ കരിയേഴ്സ് എടുക്കുക, അതിൽ ഇപ്പോഴത്തെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക, അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു കുറച്ച് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ് ഉണ്ടെന്നൊക്കെ. അപ്പം അതൊക്കെ എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ പിൻ ചെയ്തിട്ടുണ്ടാവും, അത് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസീസ്, ഇപ്പോൾ ചെലിബി, BWFS അങ്ങനെയൊക്കെ ഉള്ള ഏജൻസീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവിടെ പോയിട്ട് നിങ്ങളുടെ CVs ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഉള്ളത്. അതായത് നിങ്ങളിപ്പം ജസ്റ്റ് നിങ്ങളുടെ അടുത്താണ് എയർപോർട്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത്ര ആഗ്രഹമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഡേ എയർപോർട്ടിൽ പോകുക. എന്നിട്ട് അവിടെ ഒന്നില്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫ് ഉണ്ടാവുമല്ലോ, ഇതിൻ്റെയൊക്കെ സ്റ്റാഫിനെ ലൈക്ക് ഡ്യൂട്ടിക്ക് കയറാൻ പോകുന്നതോ ഇറങ്ങുന്നതോ ആയിട്ടുള്ള ഒത്തിരി സ്റ്റാഫ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരോട് തന്നെ ചോദിക്കുക എങ്ങനെയാണ് ഈ ഒരു ജോലി കിട്ടിയത്, ഇതിൻ്റെ ഓഫീസ് എവിടെയാണ് വരുന്നത്. കാര്യം ഓരോ സ്ഥലത്തും വേറെ വേറെ ആയിരിക്കുമല്ലോ, എല്ലാ എയർപോർട്ടിലും എവിടെയാണുള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ സെലിബിയുടെ ഓഫീസ് അവിടെ തന്നെയാണുള്ളത്, കാർഗോ ആ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ അവിടെ ഒരു ബോക്സ് ഉണ്ടാവും നിങ്ങൾക്ക് CV ഡ്രോപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, നിങ്ങൾ ഒരു പ്രാവശ്യം പോയി CV ഡ്രോപ്പ് ചെയ്തിട്ട് അവർ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. മന്ത്ലി വൺസ് എങ്കിലും നിങ്ങൾ പോയി വീണ്ടും CV ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും അവർ ചിലപ്പോൾ വിളിക്കുക. നമ്മളൊരു 10 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ വിളിക്കുന്നുണ്ടാവും. അപ്പം അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് എപ്പോൾ വരുന്നു അപ്പോൾ അവർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗ്രൗണ്ട് സ്റ്റാഫ് ഇൻ്റർവ്യൂവിൻ്റെ വേക്കൻസീസ് വരുമ്പോൾ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാൻ Instagram ID ഒക്കെ താഴെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷനിൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.